ബിസിനസ്സിൽ ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് ഒഴിവാക്കാനേ പറ്റുന്ന കാര്യമല്ല. ഡിജിറ്റലൈസേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിയുന്നതും മനുഷ്യരുടെ ഇൻവോൾവ്മെൻറ്റ്, മനുഷ്യരുടെ റോള്, മനുഷ്യരുടെ ആക്ഷൻസ്, മനുഷ്യരുടെ ഡിപ്പെൻഡബിലിറ്റി ഇത് ഒഴിവാക്കിക്കൊണ്ട് ഡിജിറ്റലായിട്ട് കമ്പ്യൂട്ടറോ മെഷീനോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകൾ കഴിയുന്നതും ഹ്യൂമൻ എലമെൻ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ ഹ്യൂമൻ എലമെൻ്റ് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ജോലി ഇല്ലാണ്ടാക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. കുറച്ചുകൂടെ ബെറ്റർ പെർഫെക്ഷനോടുകൂടി നമ്മുടെ കമ്പനിയുടെ പ്രോഡക്ട്സ്, നമ്മുടെ പ്രോസസ്സ്, നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ പർപ്പസ് സെർവ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം. ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ്, ഹ്യൂമൻ റോൾ ഒഴിവാക്കിക്കൊണ്ട് ഡിജിറ്റലായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ആദ്യം പറഞ്ഞ മാതിരി മിഷനറി വഴിയോ കമ്പ്യൂട്ടർ വഴിയോ AI വഴിയോ എങ്ങനെയായാലും കുഴപ്പമില്ല. ആപ്റ്റായിട്ടൊരു മോഡൽ അതാത് സമയത്ത് അതാത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്തു വയ്ക്കുക. ഇതിലും ചിലപ്പോൾ ഒരു പല സ്ഥലങ്ങളും നമ്മളൊരു മിസ്റ്റേക്ക് കാണാറുള്ളത്, ഈ ഡിജിറ്റലൈസേഷൻ എന്നുള്ളൊരു കാര്യം അതിൻ്റെ ഉടമസ്ഥൻ്റെ തലയിൽ കയറിയാൽ ആ ബിസിനസ്സിന് പറ്റാവുന്ന രീതിയിൽ ഒരിക്കലും അതിൻ്റെ 100 ഇരട്ടി ടേൺ ഓവറോ എംപ്ലോയീസോ ഉള്ളൊരു ഒരു ബിസിനസ് സ്ഥാപനത്തിന് വേണ്ട രീതിയിലുള്ള ഡിജിറ്റലൈസേഷൻ മെക്കാനിസം ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കും. അപ്പോഴും അത് അതിൻ്റെ പർപ്പസ് ഡിഫീറ്റ് ചെയ്യുകയുള്ളൂ. അതിലും ഭേദം ഡിജിറ്റലൈസ് ചെയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ആ സൈസ് ആപ്റ്റായിട്ടുള്ള ഇന്നൊവേഷൻ മെത്തേഡ് ഓരോരോ സ്റ്റേജുകളിലും അത് ചെക്ക് ചെയ്ത് എൻഷുർ ചെയ്ത് ഇത് സേഫാണെന്നുള്ള രീതിയിൽ എൻഷുർ ചെയ്ത് മാത്രമേ ഈ ഡിജിറ്റലൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ ഡിജിറ്റലൈസേഷനെ കുറച്ച് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ പണ്ടൊക്കെ അക്കൗണ്ട്സ് ബുക്ക് എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് കമ്പ്യൂട്ടറായപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് അത് ഫീഡ് ചെയ്ത് തുടങ്ങി. പിന്നീട് പിന്നെ സ്കാൻ ചെയ്ത് തുടങ്ങി. ഇപ്പോൾ AI വെച്ചിട്ട് എവിടെ എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇത് കമ്പ്യൂട്ടറിലേക്ക് അത് ഫീഡ് ചെയ്ത് ആ ഡേറ്റയിലേക്ക് അത് മറ്റേ ക്യാപ്ചർ ചെയ്ത് നമുക്ക് വേണ്ട പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് എവിടെയാണ് ആവശ്യം? ഫോർ എക്സാമ്പിൾ അക്കൗണ്ട്സിൽ ഫൈൻ ട്യൂണിങ്ങിൽ മാത്രം അക്കൗണ്ട്സിനെ പറ്റി പ്രൊഫഷണൽ നോളജ് ഒരാൾ ലാസ്റ്റ് പാർട്ട് മാത്രം നോക്കിയാൽ മതി. ബാക്കി മുഴുവൻ AIയോ മെഷീനോ ഡിജിറ്റലോ നോക്കിക്കോളും. അപ്പോൾ അതൊരു സിമ്പിൾ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇത് തന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ, സർവീസ് ഇൻഡസ്ട്രിയിൽ, ട്രാവൽ ഇൻഡസ്ട്രിയിൽ, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ, മാനുഫാക്ചറിങ് എല്ലായിടത്തും ഇത് വന്നു കഴിഞ്ഞു. എല്ലാം മെക്കാനിസം. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഡാർക്ക് ഫാക്ടറീസ് തന്നെ ധാരാളമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇല്ല. അത്രമാക്കിയില്ലെങ്കിൽ പോലും നമ്മുടെ ബിസിനസ്സിന് കമ്പൻസറേറ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ അത് ഡിജിറ്റലൈസ് ചെയ്ത് സേവ് ചെയ്ത്. ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ചില ഫിഗേഴ്സൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അറിയാം, ഫിഗർ തെറ്റിപ്പോകുന്നു, ഫിഗർ മാറിപ്പോകുന്നു. ഇതിൻ്റെയൊക്കെ ഗുണം നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ഒരു ഫിഗർ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിഗർ തന്നെ എല്ലായിടത്തും അത് പ്രസൻ്റ് ആയിക്കോളും. അപ്പോൾ നമ്മൾ ആ ഒരു ഹ്യൂമൻ എറർ അവിടെ വരില്ല, വേറെ രണ്ടാമത് ഫീഡ് ചെയ്യുന്നതിൻ്റെ മിസ്റ്റേക്ക് വരില്ല. ഈ രീതിയിലുള്ള സേഫ്റ്റി എല്ലാം ഉണ്ട്. അൾട്ടിമേറ്റ്ലി പറഞ്ഞാൽ ഡിജിറ്റലൈസേഷൻ കൊണ്ട് നമുക്ക് ഒത്തിരി കോസ്റ്റ് സേവ് ചെയ്യാം, സ്പീഡ് കൂട്ടാം, കോമ്പറ്റീറ്റേഴ്സിൻ്റെ ആക്ടിവിറ്റിയെ അവരുടെ സർവീസിനെക്കാളും ബെറ്റർ ഇത് ചെയ്യും. നമ്മുടെ കസ്റ്റമർക്ക് മോർ കൺവീനിയൻ്റ് ആയിരിക്കും. നമ്മുടെ കൗണ്ടർ പാർട്ടോ ബിസിനസ് അസോസിയേറ്റ്സ് ഇവർക്കൊക്കെ വളരെ കൺവീനിയൻ്റ് ആയിരിക്കും ഈ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ പോവുക എന്നുള്ളത്. അപ്പോൾ ഈ മോഡൽ ബിസിനസ്സിൻ്റെ സസ്റ്റൈനബിലിറ്റിക്കും നിലനിൽപ്പിനും വളർച്ചയ്ക്കും അതാത് സമയത്തുള്ള ഡിജിറ്റലൈസേഷൻ വളരെ ആവശ്യമാണ്.